നമ്മുടെ സാധാരണ ഉപയോഗത്തിലുണ്ടായിരുന്നില്ല. ഇസ്ലാമാണെങ്കിൽ 14 നൂറ്റാണ്ടായി നിലനിൽക്കുന്ന ഒരു ആദർശമാണ്. എന്തുകൊണ്ട് കഴിഞ്ഞ 20 വർഷക്കാലമായി അതുണ്ടാകുന്നു? കഴിഞ്ഞ 50 വർഷക്കാലമായി മീഡിയ എന്നുള്ള ആയുധം തന്നെ ഇത്തരം ഒരു മുദ്രാവാക്യത്തിന് അനുകൂലമായി ട്യൂൺ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട്? നമ്മൾ പരിശോധിക്കണം. ആ പരിശോധിക്കുമ്പോൾ ആണ് നമുക്ക് മനസ്സിലാവുക ഇതിൻ്റെ എല്ലാം ഇടയിലുള്ള വളരെ കൃത്യമായ ആസൂത്രണത്തെക്കുറിച്ച്. കമ്മ്യൂണിസ്റ്റ് റഷ്യ ശിഥിലമായ സമയത്ത് ന്യൂയോർക്ക് ടൈംസിന്റെ മുഖലേഖനം കമ്മ്യൂണിസ്റ്റ് ജഗുത്താൻ മരിച്ചിരിക്കുന്നു, പക്ഷേ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യചിഹ്നമായിരുന്നു. നിങ്ങൾക്ക് പരിചയമുള്ളതാണ്, പലപ്പോഴും ആവർത്തിച്ച് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ്. കമ്മ്യൂണിസത്തിന്റെ ശിഥിലീകരണത്തിന് ശേഷം എഴുതപ്പെട്ട അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയ സാമുവൽ ഹണ്ടിങ്ടന്റെ പുസ്തകം ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ്. എന്താ സിവിലൈസേഷൻസിന്റെ സംസ്കാരങ്ങളുടെ സംഘട്ടനം. അദ്ദേഹം അതിൽ പറയുന്നത് എന്താ? ഇനി രാഷ്ട്രീയ സംഘടനത്തിന്റെ കാലം കഴിഞ്ഞു, ഇനി സംസ്കാരങ്ങളുടെ സംഘടനത്തിന്റെ കാലമാണ്. എന്താ സംസ്കാരം? ഒന്ന്, ഏറ്റവും ഉന്നതമായ സംസ്കാരം, ജനാധിപത്യപരമായ സംസ്കാരം, മതനിരപേക്ഷതയുടെ സംസ്കാരം, സ്വാതന്ത്ര്യത്തിന്റെ സംസ്കാരം. അത് വെസ്റ്റേൺ സിവിലൈസേഷൻ. ജഡത്വത്തിന്റെ, പിന്നോക്കത്തിന്റെ, യാഥാസ്ഥികത്വത്തിന്റെ, മതമൗലികതയുടെ സംസ്കാരം അത് ഈസ്റ്റേൺ സിവിലൈസേഷൻ. ഈസ്റ്റേൺ സിവിലൈസേഷന്റെ ഏറ്റവും അതിന്റെ എല്ലാ സ്വാഭാവികതകളും ഉള്ളത് ഇസ്ലാം. അപ്പോൾ ഇനി വെസ്റ്റേൺ സിവിലൈസേഷനും ഇസ്ലാമും തമ്മിലുള്ള സംഘടനമാണ്. ഇത് പറഞ്ഞത് സാമുവൽ ഹണ്ടിങ്ടൺ ആണ്. ഇത് നടക്കുമ്പോ ലോകത്ത് എവിടെയും ഒരു ഇസ്ലാമിക ഭീകരത എന്ന രൂപത്തിലുള്ള, ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന രൂപത്തിലുള്ള ഒരു ഏർപ്പാടില്ല. അന്ന് ഇസ്രായേലിനും പലസ്തീനിലും പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ. എന്നാൽ അതിനുശേഷം നിങ്ങൾ പരിശോധിച്ച് നോക്കുക ലോകത്തെ സംഭവങ്ങളുടെ ഗതികൾ, ഓരോ സംഗതികളോടൊത്ത് പരിശോധിച്ച് നോക്കുക. എന്തുകൊണ്ട് ഇസ്ലാം പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്നു? അതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല, സമയമെടുക്കുമെങ്കിലും. ലോകത്ത് നമ്മളെല്ലാം അറിയേണ്ട കാര്യമാണ്. ഇസ്ലാമുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇന്ത്യക്കാരെന്നുള്ള നിലക്ക് ഒരു 3ാം ലോക രാജ്യത്തിലെ സിറ്റിസൺസ് എന്നുള്ള നിലക്ക് നമ്മൾ അറിയേണ്ട കാര്യമാണ് ഗ്ലോബലൈസേഷൻ. എന്തിനു വേണ്ടി? എന്താണ് ഈ ഗ്ലോബലൈസേഷൻ? എന്റെ ഈ ആധുനിക കാലഘട്ടത്തിൽ എന്തുകൊണ്ടുണ്ടാകുന്നു? എന്തിനു വേണ്ടിയായിരുന്നു ഇന്നലകളിൽ ഈ കോളനിവൽക്കരണം, കോളനൈസേഷൻ ഉണ്ടായത്? കോളനികൾ ഉണ്ടാക്കിയത്, ഇവിടെ ബ്രിട്ടീഷുകാരൻ കോളനി സ്ഥാപിച്ചത് എന്തിനാ? ഇവിടെ വന്ന് ഇന്ത്യയിൽ ഭരിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഇന്ത്യക്കാരൊന്നും ഭരിച്ച് നന്നാക്കി കളയാമെന്ന് വിചാരിച്ചിട്ടല്ല. മറിച്ച് ഇന്ത്യയിലെ ധാതു ലവണങ്ങൾ, ഇന്ത്യയിലെ പ്രകൃതി വിഭവങ്ങൾ ബ്രിട്ടീഷുകാരന് ആവശ്യമുണ്ട്. ഇന്ത്യയിലെ ജനങ്ങളുടെ ഹ്യൂമൻ റിസോഴ്സ്, അധ്വാന ശക്തി ബ്രിട്ടീഷുകാരന് ആവശ്യമുണ്ട്. അത് ഇന്ത്യയിൽ നിന്ന് ചോർത്തി കൊണ്ടുപോകണം. അതിനായിരുന്നു. കോളനൈസേഷന്റെ കാലം കഴിഞ്ഞു, കൊളോണിയൽ കാലഘട്ടം കഴിഞ്ഞു. ഇത് ജനാധിപത്യ യുഗം. ഇനി കോളനിവൽക്കരണം നടക്കില്ല. എന്നാൽ ലോകത്ത് 80% വിഭവങ്ങളും ഇന്ന് ഉപഭോഗിച്ചു കൊണ്ടിരിക്കുന്നത് 20% ജനങ്ങളാണ്, 1ാം ലോക രാജ്യത്തെ ആളുകൾ. അതിന് അവർക്ക് വിഭവങ്ങൾ കിട്ടണം. അതിന് വിഭവങ്ങൾ കിട്ടണമെങ്കിൽ 3ാം ലോക രാജ്യങ്ങളിലാണ് പ്രകൃതി വിഭവങ്ങൾ ഉള്ളത്, ഇവിടെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഉള്ളത്. ഇത് രണ്ടും, ഞങ്ങളുടെ അധ്വാനശേഷിയും നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഇങ്ങോട്ട് അവർക്ക് എന്തെങ്കിലും തരാൻ പറ്റണം. അത് 1-2 കാര്യങ്ങളാ. ഒന്ന് ആയുധമാണ്, മറ്റൊന്ന് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളെ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന ഏർപ്പാടിനാണ് ആധുനിക കച്ചവട ശാസ്ത്രത്തിൽ, ക്യാപിറ്റലിസത്തിൽ പറയുക മാർക്കറ്റിംഗ് എന്ന്. മാർക്കറ്റിംഗ് വഴി ലോകത്തെ മുഴുവനും ഉള്ള അധ്വാനശേഷിയെയും ലോകത്തെ മുഴുവനുമുള്ള വിഭവശേഷിയെയും തങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി തീർക്കുക എന്നതാണ് മാർക്കറ്റ് എക്കോണമി, എന്നതാണ് പുതിയ ലോകത്തിലെ ഗ്ലോബലൈസേഷൻ. ആ ഗ്ലോബലൈസേഷന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ, ഇവിടെ നമ്മുടെ അധ്വാന വിഭവശേഷികൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവിടെ മാർക്കറ്റിംഗ് നടക്കണം. ആ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്ന വസ്തുക്കളുണ്ട്. എന്താണ്? ഒന്ന് ലഹരിയാണ്, മറ്റൊന്ന് ലോട്ടറിയാണ്, മറ്റൊന്ന് പലിശയാണ്, മറ്റൊന്ന് സ്ത്രീയുടെ സൗന്ദര്യപാട്, മറ്റൊന്ന് സ്ത്രീയുടെ സാക്ഷാൽ പച്ചയായ ഇറച്ചി മാംസ വിൽപ്പനയാണ്, വ്യഭിചാരമാണ്. ഇത് 5 മാർക്കറ്റിംഗ് ഇല്ല. ഇത് 5 മാർക്കറ്റിങ്ങിനെ നിലനിർത്തുന്ന, മാർക്കറ്റിങ്ങിനെ സ്നിഗ്ധമാക്കുന്ന, ഓയിലിംഗ് ഓഫ് മാർക്കറ്റ് എന്ന് പറയാൻ സാധിക്കുന്ന സാധനങ്ങൾ. ഈ 5 സാധനങ്ങൾ
അത് ഞാൻ വിശദീകരിക്കേണ്ടല്ല. എൻ്റെ സാസിൽ ഏതെങ്കിലും കമ്പനികളുടെ, മൾട്ടിനാഷണൽ കമ്പനികളുടെ ഏതെങ്കിലും ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ഉണ്ടെങ്കിൽ അവർക്കിത് വളരെ എളുപ്പം മനസ്സിലാകും. ഇത് അഞ്ചുമില്ലാത്ത ഒരു ബിസിനസ് മീറ്റിങ്ങിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുക നിങ്ങൾ. ഈ അഞ്ചിനും ഇസ്ലാം എതിര് നിൽക്കുന്നു, ഇസ്ലാം പുറംതിരിഞ്ഞു നിൽക്കുന്നു. ഈ അഞ്ചും ഉപയോഗിച്ച് ഇസ്ലാമിക ലോകത്ത് ഒരു മാർക്കറ്റിംഗ് സാധ്യമല്ല തന്നെ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്ത് ഓയിലും അതേപോലെ തന്നെ പെട്രോ ഡോളറിന്റെയും ഒരു വിഭവം 1960-കൾക്ക് ശേഷം ഉണ്ടായപ്പോ സ്വാഭാവികമായും പാശ്ചാത്യ ലോകത്തിന്റെ മാർക്കറ്റിങ്ങിന്റെ കണ്ണുകൾ ഇങ്ങോട്ട് വന്നപ്പോ ഇവരുപയോഗിച്ചു പോന്ന മാർക്കറ്റിങ്ങിനെ സ്നിഗ്ധമാക്കാൻ വേണ്ടി ഉപയോഗിച്ചു പോന്ന ഈ പഞ്ചമാർഗങ്ങൾ ഇവിടെ അപ്രായോഗികമാണ് എന്ന് വന്നപ്പോ അവിടെ ഈ ഇസ്ലാമിനെ തന്നെ, ഇവർക്ക് പ്രതിരോധം തീർക്കുന്ന ഇസ്ലാമിനെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാനും ഇസ്ലാമിനെ പ്രാകൃതമായി അവതരിപ്പിക്കുവാനും വേണ്ടി പരിശ്രമിക്കുകയാണ് മുതലാളിത്തം ചെയ്തത്, സാമ്രാജ്യത്വം ചെയ്തത്. അതിനുവേണ്ടി എന്തിനാണ് ഇസ്ലാമീസ് ടെററിസം എന്നുള്ള മുദ്രാവാക്യം ഉണ്ടാക്കിയത്? ഇസ്ലാമിക ഭീകരതയാണ് എന്ന മുദ്രാവാക്യത്തോടൊപ്പം തന്നെ ലോകത്ത് ഇസ്ലാമിക സ്ത്രീയുടെ വസ്ത്രത്തെക്കുറിച്ചും വൃത്തികെട്ട മുദ്രാവാക്യങ്ങളുമായി വന്നിരുന്നു. അല്ലേ, നമ്മൾ കേട്ടതാണ്. ഇസ്ലാമിലെ സ്ത്രീന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ അത് പീഡനമാണ്, ജഡത്വമാണ്, പിന്നോക്കമാണ്, യാഥാസ്ഥികത്വമാണ്, അവരെ കെട്ടിയിടലാണ്, അസ്വാതന്ത്ര്യമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അല്ലേ നമ്മൾ ഇതോടൊപ്പം തന്നെ വന്നതാ. എന്തേ കാരണം? ആ വസ്ത്രമാണെങ്കിൽ മുഖവും മുൻകൈയും പുറത്ത് കാണിക്കുന്ന വസ്ത്രം ഉടുക്കുന്ന പെണ്ണുങ്ങളുടെ ഒരു സമൂഹത്തിൽ പിന്നീട് ഈ മാർക്കറ്റിംഗ് നടക്കൂല എന്നുള്ളതുകൊണ്ട് ഇന്ത്യക്കാരികൾ കുറച്ചു കാലമായി വല്ലാതെ മിസ് യൂണിവേഴ്സും മിസ് വേൾഡും എല്ലാം ആകുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ത്യ ഒരു ഉപഭോക്തൃ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. നിങ്ങൾക്ക് സുസ്മിത സെൻ ആകണമെങ്കിൽ, നിങ്ങൾക്ക് മറ്റ് ലോക സുന്ദരിമാരാകണമെങ്കിൽ തേക്കേണ്ടതെന്ത്, ഉടുക്കേണ്ടതെന്ത്, എങ്ങനെയാകണം എന്ന് പഠിപ്പിച്ചു തരും നിങ്ങളെ അമേരിക്കൻ കമ്പനികൾ പഠിപ്പിച്ചു തരും. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു അവസ്ഥയുള്ളത് കൊണ്ട് ഇസ്ലാമിനെ എങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചേ തീരൂ. ഒന്ന്, അവിടെ ഈ ഗ്ലോബലൈസേഷന് സാംസ്കാരിക അധിനിവേശം നടക്കും. സാംസ്കാരിക അധിനിവേശത്തിൽ സാംസ്കാരിക വിഭാഗങ്ങൾ, സാംസ്കാരിക ന്യൂനപക്ഷങ്ങൾ നമുക്ക് വിളിക്കാം, അവർ പ്രതിഷേധിക്കും, അവർ വിമോചനത്തിന്റെ മാർഗം തേടിപ്പോകും. അങ്ങനെയാകുമ്പോൾ മനുഷ്യരുടെ യഥാർത്ഥത്തിലുള്ള ആത്മീയവും ഭൗതികവുമായ വിമോചനത്തെക്കുറിച്ച് കൃത്യമായി പഠിപ്പിക്കുന്ന ഇസ്ലാമിനെ കുറിച്ച് ഗൗരവതരമായി പഠിച്ചാൽ ആളുകൾ അതിലേക്ക് ആകൃഷ്ടരാകും. ഇത് ഞാനല്ല പറഞ്ഞത്. ബർണാഡ് ഷീയെ പോലെയുള്ള ആളുകൾ പെട്രോൾ വരുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞു, if any religion has a chance of conquering England and Europe, that is Islam. എന്താ കാരണം? ഇതായിരുന്നു അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചപ്പോൾ. അദ്ദേഹം മുസ്ലിം അല്ലല്ലോ. അന്ന് മുസ്ലിങ്ങൾക്ക് ഈ രൂപത്തിലുള്ളൊരു സ്വാധീന ശക്തി ഉണ്ടാകുമെന്ന് വിചാരിക്കാൻ പോലുമുള്ള കാലമായിട്ടില്ല. പക്ഷെ ഇസ്ലാമിന്റെ സാമൂഹ്യ ശാസ്ത്രത്തെ, ഇസ്ലാമിന്റെ ദർശനത്തെ കുറിച്ച് പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് ശത്രുക്കൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഇസ്ലാം ജനങ്ങളുടെ മനസ്സുകൾക്കകത്തേക്ക് സ്വാധീനം ചെലുത്തിയാൽ തങ്ങളുടെ മാർക്കറ്റിംഗ് നടക്കൂല എന്ന്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കണം. അതിനുവേണ്ടി ഇസ്ലാമിക് ടെററിസം എന്ന മുദ്രാവാക്യം ഉണ്ടാക്കി. ആ മുദ്രാവാക്യം മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചു. മീഡിയ ഒരു ശക്തിയല്ല, മീഡിയ ഒരു വാർത്താവിനിമയ ഉപാധിയല്ല, മറിച്ച് മീഡിയ ഒരു ആയുധമാണ് എന്ന വാക്ക് നമുക്ക് പറഞ്ഞു തന്നത് നോം ചോംസ്കിയാണ്, അമേരിക്കൻ മീഡിയ രംഗത്തെ വിദഗ്ധൻ. മീഡിയ ആയുധമാകുന്നത് ആർക്കെതിരെയാണോ മീഡിയ പ്രയോഗിക്കുന്നത് അവന്റെ ശത്രുവാക്കി തീർക്കുന്നതിലൂടെയാണ് എന്നാണ് നോം ചോംസ്കി പറഞ്ഞത്. അഥവാ മുസ്ലിങ്ങൾക്കെതിരെ മീഡിയ പ്രയോഗിക്കുമ്പോൾ മുസ്ലിമിന്റെ ശത്രുവാക്കി തീർക്കുക. അതെ, മുസ്ലിമിന്റെ ശത്രുവാക്കി തീർക്കുക എന്നൊരു ലക്ഷ്യം മീഡിയക്കുണ്ട്. അതെങ്ങനെയാണ് സാധിക്കുക? അത് മുസ്ലിമിനെ ടെററൈസ് ചെയ്യുക വഴിയാണ്. എന്തിന് മുസ്ലിം ടെററൈസ് ചെയ്യപ്പെടണം? മുസ്ലിം ടെററൈസ് ചെയ്യപ്പെടുമ്പോൾ മുസ്ലിമിന് മുന്നിൽ ലോകത്ത് ഒരുപാട് പ്രശ്നം ഉണ്ടാകും. ഏത് സമൂഹത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇത് മാത്രമാണെന്ന് വരുത്തണം. ഈ കലാപങ്ങളും പൊട്ടിത്തെറികളും മാത്രമാണെന്ന് വരുത്തണം. അങ്ങനെ വരുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ രൂപത്തിൽ പ്രതികരിക്കുന്നവരായിത്തീരും. ആ രൂപത്തിൽ പ്രതികരിക്കുമ്പോൾ തങ്ങൾക്ക് ഇടപെടാനുള്ള അവസരം ഉണ്ടാകും. എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാൻ ഉണ്ടായത്? ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല സത്യസന്ധമായി. അഫ്ഗാനിസ്ഥാനിലെ മലനിരകളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ എത്ര തന്നെ സോഫിസ്റ്റിക്കേറ്റഡ് ആണെങ്കിലും അമേരിക്കയിലെ 2 ടവറുകൾ ഒരേ സമയത്ത് നശിപ്പിക്കുവാൻ ആവശ്യമായ പ്ലാനിങ് നടത്താൻ കഴിയുമെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. പക്ഷേ ഒന്നുറപ്പാണ്, ആരുടെയെങ്കിലും സഹായമില്ലാതെ അത് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കാൻ മാത്രം നമ്മൾ മൂഢന്മാരായിക്കൂടാ. ഇന്ന് അമേരിക്കയിൽ തന്നെ ആ രംഗത്ത് വേണ്ടത്ര വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തേ അതിന്റെ ഫലം നമ്മൾ കണ്ടു. ഇറാഖിൽ
രാസായുധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ വന്നു ഇടപെട്ടു, ഫലം നമ്മൾ കണ്ടു. എന്താണ്ടായത്? ഇതെല്ലാം ഓയിലിന്റെ ടാങ്ക് തങ്ങളുടെ കയ്യിലാകണം, ഗ്യാസിന്റെ ലൈന് തങ്ങളുടെ കയ്യിലാകണം, ഇതല്ലാത്ത മറ്റു ലക്ഷ്യങ്ങളുണ്ടായില്ല. അവിടെ ഉസാമ ബിൻ ലാദൻ ഉണ്ടാകേണ്ടത് ആരുടെ ആവശ്യം? അവരുടെ ആവശ്യം. അങ്ങനെ ആളുണ്ടോ ഇല്ലേ ഒന്നും നമുക്കറിയില്ല. ഇവർ പറഞ്ഞു തരുന്ന, ഇവരുടെ മീഡിയ പറഞ്ഞു തരുന്ന കാര്യമുള്ളൂ, നമുക്കറിയാൻ കഴിയുന്നുള്ളൂ. പക്ഷെ എന്തായിരുന്നാലും അങ്ങനെയുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് മുസ്ലിം പണ്ഡിതന്മാർ എന്നും പറഞ്ഞു പോന്നിട്ടുണ്ട്.